ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. അസമിലെ നമ്രൂബിൽ 12,000 കോടി രൂപയുടെ അമോണിയ യൂറിയ വളം ഫാക്ടറിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് വിട നൽകി കേരളം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാട്ടെ വസതിയിൽ പൂർത്തിയായി. ഇന്ന് ലോക ധ്യാന ദിനം. ഹൈദരാബാദിലെ കൻഹ ശാന്തിവനത്തിൽ സംഘടിപ്പിച്ച ധ്യാന പരിപാടിയിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ പങ്കെടുത്തു. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി.ആർ. അനിൽ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഏഷ്യ കപ്പ് അണ്ടർ 19 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനം തുടരുന്നു. അസം പ്രസ്ഥാനത്തിൽ ബലിദാനികളായ 860 പേരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സ്വാഹിദ് സ്മാരക ക്ഷേത്രം അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. നമ്രൂബിൽ 12,000 കോടി രൂപയുടെ അമോണിയ യൂറിയ വളം ഫാക്ടറിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. പരീക്ഷാ പേ ചർച്ചയോടനുബന്ധിച്ച് ബ്രഹ്മപുത്ര നദിയിലൂടെയുള്ള ക്രൂയിസ് യാത്രയ്ക്കിടെ 25 സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കൌൺസിലുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി. പിന്നാലെ ഭരണസമിതികളുടെ ആദ്യ യോഗം ചേർന്നു. ആകെ 23,573 പേരാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടത്. മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26 നടക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന അംഗമായ കെ.ആർ. ക്ലീറ്റസിന് കളക്ടർ അനുകുമാരിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ബിജെപി കൌൺസിലർമാർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് ചടങ്ങിനെത്തിയത്. ഡിസിസി ഓഫീസിൽ സംഗമിച്ച ശേഷം പദയാത്രയായി കോൺഗ്രസ് കൌൺസിലർമാർ ചടങ്ങിനെത്തിയപ്പോൾ എൽഡിഎഫ് കൌൺസിലർമാർ നേരിട്ടാണ് കോർപ്പറേഷനിൽ എത്തിയത്. തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾ അധികാരമേറ്റു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ജില്ലയിലെ 86 പഞ്ചായത്തിലും 7 നഗരസഭകൾ എന്നിവിടങ്ങളിലും ഇന്ന് രാവിലെ 10 മണിയോടെയും തൃശൂർ കോർപ്പറേഷനിൽ 11:30 സത്യപ്രതിജ്ഞ നടന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗമായ കാളത്തോട് ഡിവിഷൻ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എം.എൽ. റോസിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. കോർപ്പറേഷനിൽ 56 ഡിവിഷനുകളിൽ യുഡിഎഫ് 33 സീറ്റും എൽഡിഎഫ് 13ഉം എൻഡിഎ 8 സീറ്റും കോൺഗ്രസ് വിമതർ 2 സീറ്റുകളുമാണ് നേടിയത്. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും കളക്ടർമാരുടെയും ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അതത് വരണാധികാരികൾക്ക് മുൻപിലുമാണ് ആദ്യ അംഗം സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനിടയിൽ മേയർ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ തൃശൂരിൽ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ ധാരണയാകുന്നു. ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരെയാണ് പരിഗണിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വരണാധികാരിയായ ജില്ലാ കളക്ടർ മുതിർന്ന അംഗം SKP സക്രിയയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എംപിമാരായ എം.കെ. രാഘവൻ, ഷാഫി പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട 2,116 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കൊല്ലം കോർപ്പറേഷൻ കാര്യാലയത്തിൽ മുതിർന്ന അംഗം ഉദയ സുകുമാരന് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ N. ദേവിദാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 18 ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും പൂർത്തിയായി. കഴിഞ്ഞ തവണ എൽഡിഎഫും യുഡിഎഫും ഒപ്പത്തിനൊപ്പം നിന്ന വയനാട് ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ യുഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം പിടിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട് ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ എൽഡിഎഫും യുഡിഎഫും ഒപ്പത്തിനൊപ്പമായിരുന്നെങ്കിൽ ഇത്തവണ 17 സീറ്റിൽ 2 സീറ്റ് മാത്രമാണ് എൽഡിഎഫിന് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഭരണത്തിന്റെ ആദ്യ പകുതിയിൽ കോൺഗ്രസിലെ ഗിരിജാകൃഷ്ണൻ പ്രസിഡന്റ് ആയേക്കും. വനിതാ സംവരണമായ ജില്ലാ പഞ്ചായത്തിൽ മുള്ളംകൊല്ലി ഡിവിഷനിൽ നിന്നും വിജയിച്ച ഗിരിജാകൃഷ്ണന് പുറമെ വൈത്തിരിയിൽ നിന്നും വിജയിച്ച ചന്ദ്രിക കെ. കൃഷ്ണൻ, നൂൽപ്പുഴയിൽ നിന്നും വിജയിച്ച ഷീജ സതീഷ്, അമ്പലവയലിൽ നിന്നും വിജയിച്ച ജിനി തോമസ് എന്നിവരാണ് പ്രമുഖർ. 2.5 വർഷം കോൺഗ്രസിന് ലഭിച്ചാൽ 2.5 വർഷം ലീഗിന് നൽകേണ്ടി വരും. അങ്ങനെയെങ്കിൽ തരുവണയിൽ നിന്നും വിജയിച്ച
മുഹീദ തസ്നീം, മുട്ടിൽ നിന്നും വിജയിച്ച ടി കെ നസീമ എന്നിവരും പരിഗണനയിലുള്ളവരാണ്. മുള്ളംകൊല്ലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കാലാവധി പൂർത്തിയാക്കിയ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഗിരിജാകൃഷ്ണൻ കുറുമ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിനാൽ തന്നെ ഗിരിജാകൃഷ്ണനെ പ്രസിഡന്റാക്കിയാൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് നേതാക്കളിൽ ഒരു വിഭാഗം കരുതുന്നത്. മലയാളത്തിന്റെ അതുല്യ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ പൂർത്തിയായി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ഭൌതിക ശരീരത്തിൽ വെച്ച ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. രാവിലെ പ്രിയ നടന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തെന്നിന്ത്യൻ താരം സൂര്യ അടക്കമുള്ള പ്രമുഖർ എത്തിയിരുന്നു. പ്രിയ നടനെ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആരാധകരും ഒഴുകിയെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക ധ്യാന ദിനം. കഴിഞ്ഞ വർഷമാണ് ഐക്യരാഷ്ട്രസഭ ഡിസംബർ 21 ലോക ധ്യാന ദിനമായി പ്രഖ്യാപിച്ചത്. ലോക ധ്യാന ദിനത്തോടനുബന്ധിച്ച് ഹൈദരാബാദിലെ കൻഹ ശാന്തിവനത്തിൽ സംഘടിപ്പിച്ച ധ്യാന പരിപാടിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുത്തു. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനം, കൊല്ലം ആശ്രാമം മൈതാനം, പത്തനംതിട്ട റോസ് മൌണ്ട് ഓഡിറ്റോറിയം, കോട്ടയം തിരുനക്കര മൈതാനം, എറണാകുളം മറൈൻ ഡ്രൈവ്, തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ 280ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവ് നൽകും. സപ്ലൈകോ നിലവിൽ നടപ്പിലാക്കി വരുന്ന 20 കിലോഗ്രാം അരി 25 രൂപയ്ക്ക് ഫെയറുകളിലും ലഭ്യമാകും. ക്രിസ്മസിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി പ്രത്യേക കൂപ്പണുകളും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് സഹായം ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ജോലി നൽകുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളെ അറിയിച്ചു. കടുവയെ കണ്ടെത്തുന്നതിനായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ കരട് വോട്ടർ പട്ടിക ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ജോലികൾക്ക് ശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാണ് മുന്നേറുന്നത്. ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ ജനുവരി 22 വരെ അതിന്മേലുള്ള പരാതികൾ സമർപ്പിക്കാം. അതിനിടെ പരിഷ്കരണ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ റോൾ ഒബ്സർവറായി ശ്രീമതി ഐശ്വര്യ സിംഗിനെ നിയമിച്ചിട്ടുണ്ട്. ജപ്പാൻ ജ്വര പ്രതിരോധ വാക്സിൻ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പ്. ജെൻവാക് എന്ന പേരിലുള്ള വാക്സിനേഷൻ നേരത്തെ തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ ആരംഭിച്ചിരുന്നു. 1 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകുന്നത്. ദുബായിൽ നടക്കുന്ന ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ നേരിടുകയാണ്. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ പാകിസ്ഥാൻ 28 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എന്ന നിലയിലാണ്. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് വിശാഖപട്ടണത്ത് നടക്കും. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് സീസൺ 2ന്റെ ഫൈനൽ ഇന്ന് വൈകുന്നേരം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. 36 ദേശീയ, അന്തർദേശീയ റൈഡർമാർ ഉൾപ്പെടുന്ന 6 ടീമുകൾ ഫൈനലിൽ മത്സരിക്കും. ഷോഡൌൺ ഫൺ ഫ്ലോട്ട് അക്കാദമിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ തങ്ക അങ്കി ഘോഷയാത്രയെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ തങ്ക അങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. 26 വൈകുന്നേരം സന്നിധാനത്തെത്തിച്ചേരും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 മണ്ഡലപൂജ നടക്കുക. സർഗോത്സവം 2025 കലാമേളയ്ക്ക് ഈ മാസം 28 മുതൽ കണ്ണൂരിൽ തുടക്കമാകും. പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് സർഗോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അസമിലെ നംരൂപിൽ 12,000 കോടി രൂപയുടെ അമോണിയ യൂറിയ വളം ഫാക്ടറിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും.
സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് വിട നൽകി കേരളം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാട്ടെ വസതിയിൽ പൂർത്തിയായി. ഇന്ന് ലോക ധ്യാന ദിനം. ഹൈദരാബാദിലെ കൻഹശാന്തി വനത്തിൽ സംഘടിപ്പിച്ച ധ്യാന പരിപാടിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുത്തു. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഏഷ്യാകപ്പ് അണ്ടർ-19 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിംഗിനയച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.